ഓം ശ്രീ സായിരാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ജീവബ്രഹ്മ ഐക്യം പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച് ആചാര്യസ്വാമികള് വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. ആദ്യം ജീവനെ കുറിച്ചുള്ള വിചാരം കാര്യമായിട്ട് ചെയ്തു, പിന്നീട് ഈശ്വരനെ കുറിച്ചുള്ള വിചാരം ചെയ്തു. അത് കഴിഞ്ഞ് ഐക്യം എങ്ങനെ വരും എന്നുള്ളതിനെ കുറിച്ചും വിശദമായിട്ട് തന്നെ ആചാര്യസ്വാമികൾ പറഞ്ഞു തന്നു. ഒരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ കുറെ ശ്ലോകങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് നന്നായിട്ട് പറഞ്ഞു. അപ്പോ തത്വമസി എന്ന വാക്യം വരുന്നത് ചാന്തോഗ്യോപനിഷത്തിലാണ്, 6-ാം അധ്യായത്തിലാണ് എന്ന് നേരത്തെ പറഞ്ഞു. അതനുസരിച്ച് ചാന്തോഗ്യോപനിഷത്തിലെ 6-ാം അധ്യായത്തിന്റെ സാരം, ആ 6-ാം അധ്യായത്തിന്റെ തന്നെ സാരത്തെ ഒരേ ഒരു ശ്ലോകത്തിൽ ഇവിടെ ആചാര്യസ്വാമി പറയുക. അതാണ് അടുത്ത ശ്ലോകം. 6-ാം അധ്യായത്തിന്റെ ചാന്തോഗ്യോപനിഷത്തിന്റെ 6-ാം അധ്യായം, അതിലെത്ര വളരെ ബൃഹത്താണത്. ആ ബൃഹത്തായ അതിന്റെ സാരത്തെ ഒറ്റ ശ്ലോകത്തില് ശങ്കരാചാര്യസ്വാമികൾ നമുക്കിവിടെ നന്നായിട്ട് അവതരിപ്പിച്ച് പറഞ്ഞു തരികയാണ്. അപ്പോ ആ ശ്ലോകം നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. മൃത്കാര്യം സകലം ഘടാതി സതതം മൃന്മാത്രമേവാഭിതഃ തദ്വത്സജ്ജനിതം സദാത്മകമിദം സന്മാത്രമേവാഖിലം യസ്മാന്നാസ്തി സത പരം കിമപി തത് സത്യം സ ആത്മാ സ്വയം തസ്മാത് തത്വമസി പ്രശാന്തമമലം ബ്രഹ്മാദ്വയം യത്പരം. മൃത്കാര്യം സകലം ഘടാതി സതതം മൃന്മാത്രമേവാഭിതഃ തദ്വത്സജ്ജനിതം സദാത്മകമിദം സന്മാത്രമേവാഖിലം യസ്മാന്നാസ്തി സതത്പരം കിമപി തത് സത്യം സ ആത്മാ സ്വയം തസ്മാത് തത്വമസി പ്രശാന്തമമലം ബ്രഹ്മാദ്വയം യത്പരം. തസ്മാത് തത്വമസി പ്രശാന്തമമലം ബ്രഹ്മാദ്വയം യത്പരം. ഇവിടെ 6-ാം അധ്യായം, ഛാന്തോഗ്യോപനിഷത്തില് 6-ാം അധ്യായം മുഴുവൻ വേദാന്തപരമാണ്. അതിനകത്ത് വേദാന്തമല്ലാതെ ഒന്നുമില്ല, വേദാന്തപരമാണ് മുഴുവൻ. ഒരു കഥ പറഞ്ഞങ്ങനെ വേദാന്തത്തിലേക്ക് പ്രവേശിക്കും. നമ്മൾ ആ ഉപനിഷത്ത് എടുക്കുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. വേദാന്തത്തിലേക്ക് പ്രവേശിക്കും. എന്നിട്ട് സത്ത് എന്ന പദം മുഖേനയാണ് ആരംഭം. സച്ചിത് ആനന്ദം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സച്ചിത് ആനന്ദം, അതിലെ സത് എന്ന പദത്തെയാണ് മെയിനായിട്ട് അവിടെ എടുത്ത് വിവരിച്ച് നമ്മൾ ഈ ഐക്യത്തിലേക്ക്, തത്വമസി എന്നുള്ള ഐക്യവിചാരത്തിന്റെ കൂടുതലായിട്ടുള്ള ഭാഗങ്ങളെ പറഞ്ഞു തരുന്നത്. അപ്പൊ സത്ത് എന്ന പദം മുഖേന ആരംഭം. സദേവ സൗമ്യ ഇതമഗ്ര ആസീത് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. സദേവ സൗമ്യ ഇതമഗ്ര ആസീത് എന്ന് പറഞ്ഞാണ് അവിടെ ഛാന്തോഗ്യോപനിഷത്തിൽ തുടങ്ങുന്നത്. അതുപോട്ടെ. അപ്പൊ സൃഷ്ടിക്ക് മുമ്പ് സത് മാത്രം എന്നാണ് അതിന്റെ അർത്ഥം. ഇതമഗ്ര ആസീത്, ഇവിടെ വേറൊന്നും ഉണ്ടായിരുന്നില്ല, ഇവിടെ സത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സൗമ്യ എന്ന് പറയാണ്. സൃഷ്ടിക്ക് മുമ്പ് സത്ത് മാത്രം. ആ സത്ത് എന്നതിൽ നിന്ന് മാത്രമാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായത്. അപ്പൊ ഇവിടെ എന്താണുള്ളത്? ആ ബ്രഹ്മത്തിന്റെ ആ ശക്തി, ആ സത്ത്, ബ്രഹ്മം, അത് മാത്രം, ബ്രഹ്മം മാത്രമുണ്ട്. അതാണ് സത്ത്. ബ്രഹ്മമാണ് സച്ചിദാനന്ദം. അതിലെ സത്ത് ആണ് ഇവിടെ ഉള്ളത്. അതിനു മുമ്പ് ഇവിടെ വേറെ യാതൊന്നും ഇല്ല. പിന്നെ ആ സത്തിൽ നിന്ന് ഈ പ്രപഞ്ചം ഉണ്ടായി. പ്രപഞ്ചം ഉണ്ടായത് ആ സത്ത് എന്നതിൽ നിന്ന്. അപ്പൊ ഇവിടെ സത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മം അഥവാ ഈശ്വരൻ തന്നെ. ഈശ്വരൻ നമ്മളെല്ലാം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ അതല്ലേ എളുപ്പം. ഈശ്വരനിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. അത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണല്ലോ. ഈശ്വരനിൽ നമ്മൾ അത്രയും ഇനി ബ്രഹ്മത്തിലേക്ക് പോകണ്ട, ഈശ്വരൻ മാത്രം ആക്കി പറഞ്ഞാൽ മതി. അപ്പൊ ഈശ്വരൻ നമ്മൾ നേരത്തെ നോക്കിയില്ല, ഈശ്വരൻ ഈക്വൽ ടു
ബ്രഹ്മം പ്ലസ് ബ്രഹ്മം മായ ഉപയോഗിക്കുമ്പോൾ ഈശ്വരൻ എന്നുള്ള പേര് എന്നുള്ളതൊക്കെയാണ് നമ്മൾ കൂടുതൽ ഗഹനമായിട്ട് പഠിക്കുമ്പോൾ പഠിച്ച്. ഇപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, സത്ത് എന്നാൽ ഈശ്വരൻ എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ പറയുകയും ചെയ്യും, സാധാരണ നമ്മൾ പറയുന്നുണ്ടല്ലോ, എല്ലാം ഭഗവാനിൽ നിന്നുണ്ടായി, എല്ലാം ഈശ്വരനിൽ നിന്നുണ്ടായി. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, എല്ലാം ഈശ്വരനിൽ നിന്ന് ഉണ്ടായി. ഇനി അങ്ങനെ എല്ലാം ഈശ്വരനിൽ നിന്ന് ഉണ്ടാവുമ്പോ എന്താണ് അതിന്റെ പ്രത്യേകത? അവിടെയാണ് നമ്മളത് ചിന്തിക്കാറില്ല. ഈശ്വരനിൽ നിന്ന് ഉണ്ടായി എന്ന് പറയുമെങ്കിലും അതിന്റെ പ്രത്യേകത എന്താണ് അങ്ങനെ ഉണ്ടായാൽ അത് നമ്മൾ ചിന്തിക്കാറില്ല. അത് ചിന്തിച്ചു നോക്കണം. അതാ എന്ത് പറയും, ഇപ്പൊ കളിമണ്ണ് എടുത്ത പാത്രങ്ങൾ ഉണ്ടാക്കുക സാധാരണ വേദാന്തത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് കളിമൺ പാത്രങ്ങൾ, കളിമണ്ണ് എന്നൊക്കെ. അപ്പൊ കളിമണ്ണ് എടുത്ത പാത്രങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ആ പാത്രങ്ങൾ ഉണ്ടായപ്പോ ആ പാത്രങ്ങളെല്ലാം എന്താണ്? കളിമണ്ണിൽ നിന്നാണ് ഉണ്ടായത്. അപ്പൊ പാത്രങ്ങളെല്ലാം കളിമണ്ണ് തന്നെയാണ്, വേറൊന്നുമല്ല, കളിമണ്ണ് തന്നെയാണ് ആ പാത്രങ്ങളെല്ലാം. അതുപോലെ ഈശ്വരനിൽ നിന്ന് ലോകമുണ്ടായാൽ ഈ കാണുന്നതെല്ലാം ഈശ്വരൻ തന്നെയല്ലേ? ഈശ്വരനിൽ നിന്നുണ്ടായത് വേറൊന്നാകാൻ പറ്റുമോ? പറ്റില്ല. കളിമൺ പാത്രത്തിൽ നിന്ന് സ്വർണ്ണപാത്രം ഉണ്ടാവുമോ? കളിമണ്ണിൽ നിന്ന് സ്വർണ്ണപാത്രം ഉണ്ടാകുമോ? ഇല്ല. കളിമണ്ണിൽ നിന്ന് ഉണ്ടാകുന്നത് കളിമൺ പാത്രം, സ്വർണത്തിൽ നിന്നുണ്ടാകുന്നത് സ്വർണ്ണപാത്രം, ഇരുമ്പിൽ നിന്നുണ്ടാകുന്നത് ഇരുമ്പ് കൊണ്ടുള്ളത്. അതുപോലെ ഈശ്വരനിൽ നിന്നുണ്ടായതെല്ലാം ഈശ്വരമയം. ഈശ്വരന്റെ സത്തല്ലാതെ വേറെ എന്താ അതിനകത്തുള്ള? ഈശ്വരന്റെ സത്ത് എന്നാണ്. ഈശ്വരനിൽ നിന്നുണ്ടായതിലെല്ലാം ഈശ്വര സത്ത് മാത്രം. അങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇല്ല. അത് ചിന്തിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ പാത്രം മുഴുവൻ, കളിമണ്ണ് പാത്രത്തിന് മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ് അല്ലെ? കളിമണ്ണ് കൊണ്ടൊരു പാത്രം ഉണ്ടാക്കി, കുറെ പാത്രങ്ങൾ ഉണ്ടാക്കി, പല പല പേര് കൊടുത്തു. ഗ്ലാസ്, കൂജ, പ്ലേറ്റ്, അങ്ങനെ പല പേരുകളും കൊടുത്തു. അടുക്കുപാത്രം, അങ്ങനെ പല പേരുകളും കൊടുത്തു ഈ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രത്തിന്. എല്ലാ പാത്രത്തിലും എന്താണ് ഫുള്ളായിട്ട് വ്യാപിച്ചിരിക്കുന്നത്? ഓരോ ഗ്ലാസ് എടുത്തു, കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു ഗ്ലാസ് എടുത്താൽ ഗ്ലാസ്സിൽ വ്യാപിച്ചിരിക്കുന്നത് എന്താണ്? കളിമണ്ണ്. ഒരു ചട്ടി എടുത്താൽ അതിലെന്താണ് വ്യാപിച്ചിരിക്കുന്നത്? എല്ലാ സ്ഥലത്തും എന്താണുള്ളത്? കളിമണ്ണ്. ഒരു പ്ലേറ്റ്, അതിനകത്ത് എല്ലാം എവിടെ എന്താ വ്യാപിച്ചിരിക്കുന്നത്? കളിമണ്ണ്. ഇനി ഇതുപോലെ സ്വർണം എടുക്കുക, സ്വർണത്തിന്റെ ഒരു ചെയിൻ, ആ ചെയിനിലെല്ലാം വ്യാപിച്ചിരിക്കുന്നത് എന്താണ്? സ്വർണം. അതേപോലെ ഒരു കമ്മല്, മോതിരം, എന്തെടുത്താലും അതിൽ ഫുള്ളായിട്ട് വ്യാപിച്ചിരിക്കുന്നു. അതിൽ മുഴുവനായിട്ടിരിക്കുന്നത് ആരാണ്? അതിൽ വ്യാപിച്ചിരിക്കുന്നതെല്ലാം സ്വർണം തന്നെ. അല്ലെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ, സ്വർണം തന്നെ. അതുപോലെ ഈശ്വരനിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഈ പ്രപഞ്ചം മുഴുവൻ എന്തിനാൽ നിറഞ്ഞിരിക്കുന്നു? ഈശ്വരനാൽ നിറഞ്ഞിരിക്കുന്നു. ഈശ്വരൻ തന്നെ, സർവം ഈശ്വരമയം, അല്ലാതെ വേറൊന്നുമില്ല ഇവിടെ. ഈശ്വരൻ മുഴുവൻ, ഈശ്വരൻ വ്യാപിച്ചിരിക്കുന്നു. സർവവ്യാപിയാണ് ഈശ്വരൻ എന്ന് നമ്മൾ പറയുന്നത് അല്ലേ? സർവവ്യാപി. എങ്ങനെയാണ് ആ സർവവ്യാപിത്വം മനസ്സിലാക്കണ്ടേ? ഇങ്ങനെയാ മനസ്സിലാക്കണ്ടേ. ഈ കാണുന്ന സൃഷ്ടിയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തിയാണ് ആ ഈശ്വര ശക്തി. അതാണ് സർവവ്യാപിത്വം. എന്നിലും നിറഞ്ഞു നിൽക്കുന്നു, നിങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു, എല്ലാ ജീവികളിലും നിറഞ്ഞു നിൽക്കുന്നു, പഞ്ചഭൂതങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു, ഈ കാണുന്ന എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞു നിൽക്കുന്നു. മരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു, വൃക്ഷങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു, ചെടികളിൽ നിറഞ്ഞു നിൽക്കുന്നു, നദികളിൽ നിറഞ്ഞു നിൽക്കുന്നു, പർവ്വതത്തിൽ നിറഞ്ഞു നിൽക്കുന്നു, ആകാശത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. എല്ലാ സ്ഥലത്തും ഒന്നേ ഉള്ളൂ, എന്താണ്? ആ ഈശ്വര ചൈതന്യം ആണ് നിറഞ്ഞു നിൽക്കുന്നത്. ആ ചൈതന്യത്തിൽ നിന്നുണ്ടായതെല്ലാം ചൈതന്യം തന്നെ. അപ്പൊ ഇത് ഈശ്വരനിൽ നിന്നുണ്ടായിട്ടുള്ളതെല്ലാം ഈശ്വരൻ തന്നെ, ആ സത്ത് തന്നെ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് സത്ത്. സത്തിൽ നിന്നുണ്ടായതെല്ലാം സത്ത് തന്നെ. ഈ കളിമണ്ണ് കൊണ്ടുണ്ടായ പാത്രത്തിൽ നിന്ന് കളിമണ്ണിനെ വേർതിരിക്കാൻ പറ്റുമോ? കളിമണ്ണിനെ വേർതിരിച്ചാൽ പിന്നെ അവിടെ എന്തുണ്ട്? അവിടെ ഒന്നുമില്ല. നേരത്തെ ഉണ്ടായ നാമവും രൂപവും അപ്രത്യക്ഷമാവും ഇല്ലേ? കളിമണ്ണിനെ വേർതിരിച്ചെടുത്താൽ അവിടെ ഉണ്ടായിരുന്ന നാമവും പോവും, അവിടെ ഉണ്ടായിരുന്ന രൂപവും പോവും. കളിമണ്ണ് അവിടെ ഉണ്ട്. അതുപോലെ ഇവിടെ സത്ത്, സത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായേ. സത്താണ്, ഇത് മുഴുവൻ സത്ത് തന്നെ. അപ്പൊ ഈശ്വരൻ തന്നെയാണ് ഉപാദാന കാരണവും. ഇവിടെ ഈശ്വരൻ തന്നെയാണ് ഉപാദാന കാരണം. ലോകം ഈശ്വരനിൽ നിന്ന്
വേറെ അല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ലോകം ഈശ്വരനിൽ നിന്ന് വേറെ അല്ല, ഉള്ളത് സത്ത് മാത്രം. അപ്പോ പറയാണ് അങ്ങനെ. അപ്പൊ നമ്മൾ ആരാണ്? നമ്മളും സത്താണ്. കാരണം നമ്മൾ എവിടെ നിന്നുണ്ടായി? നമ്മളും സത്തിൽ നിന്നുണ്ടായി. സത്തിൽ നിന്നുണ്ടായതെല്ലാം സത്ത് തന്നെ. അപ്പോ അതുകൊണ്ടാണ് പറയണേ തത് ത്വം അസി. ഈശ്വരനിൽ നിന്ന് നീ ഉണ്ടായിരിക്കുന്നു, നീയും ഈശ്വരൻ തന്നെ എന്ന് പറഞ്ഞതിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായോ? ആ സത്ത് തന്നെയാണ് നമ്മളും. സത്തല്ലാതെ ഇവിടെ ഒന്നുമില്ല. ഞാനും സത്താണ്, നീയും സത്താണ്, എല്ലാം സത്താണ്. അപ്പൊ ഞാനും നീയും ഒന്നാണ്, ഞാനും ഈശ്വരനും ഒന്നാണ്, ഈശ്വരനും ഞാനും ഒന്നാണ്. അങ്ങനെ വേണം അതിനെ മനസ്സിലാക്കാൻ. അങ്ങനെ ഉപനിഷത്തില് സൃഷ്ടിയെ പറഞ്ഞ്, പിന്നീട് സൃഷ്ടിക്ക് കാരണമായ ഈശ്വരനെ പറഞ്ഞ്, പിന്നീട് ആ ഈശ്വരൻ തന്നെ സൃഷ്ടിക്കുള്ളിൽ വ്യാപിച്ചിരിക്കുന്നു. അതിനാൽ സൃഷ്ടി സത്സ്വരൂപം തന്നെ. നാമരൂപങ്ങളെല്ലാം മിഥ്യ, അല്ലെ? അത് വരും പോകും. നാമരൂപങ്ങളെല്ലാം മിഥ്യയാണ്, അതുണ്ടാകും, പിന്നെ നശിക്കും. പക്ഷെ സത്ത് അവിടെ നിലനിൽക്കും. പിന്നീടാണ് ഐക്യത്തെ പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങളെ മുഴുവൻ ആചാര്യസ്വാമി ഒരു ശ്ലോകത്തിൽ അടക്കിയിരിക്കുകയാണ്. ഇതാണ് അവിടെ 6-ാം അധ്യായത്തില് ചാന്തോക്യോപനിഷത്തിൽ പറയുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം. അതിനെ ശങ്കരാചാര്യസ്വാമികള് ഒരു ശ്ലോകം, നമ്മളിപ്പോ വായിച്ച ശ്ലോകം പറഞ്ഞ് നമുക്ക് പറഞ്ഞു തരാണ്. മൃത്കാര്യം സകലം ഘടാതി സതതം മൃത് മാത്രമേവാഭിത. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? മൃത്കാര്യം സകലം ഘടാതി സതതം മൃത് മാത്രമേവാഭിത. മൃത്കാര്യം സകലം. മൃത് എന്നാൽ കളിമണ്ണ്. കളിമണ്ണിനാണ് മൃത്ത് എന്ന് പറയുന്നത്. മൃത്ത് എന്നാൽ കളിമണ്ണ്. കാര്യം എന്നാൽ ഉണ്ടായിട്ടുള്ളത്, അതായത് പ്രോഡക്റ്റ്. വേദാന്തത്തിൽ കാര്യം എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ്, ഇല്ലേ? കാര്യം, കാരണം, കാര്യം, ഇതൊക്കെ നമ്മൾ ധാരാളം പഠിച്ചിട്ടുള്ള വാക്കുകളാണ്. കാരണത്തിൽ നിന്ന് കാര്യം ഉണ്ടാകുന്നു. അപ്പോൾ കാര്യത്തിൽ കാരണത്തിന്റെ ക്വാളിറ്റീസ് ഒക്കെ കാണും, ഇതിലെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അതുപോലെ മൃത് കാര്യം സകലം. മൃത് എന്നാൽ കളിമൺ, കാര്യം എന്നാൽ ഉണ്ടായിട്ടുള്ളത് അഥവാ അതിന്റെ പ്രോഡക്റ്റ്. മൃത് കാര്യം എന്ന് പറയുമ്പോൾ കളിമണ്ണിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. സകലം എല്ലാം, എല്ലാം, കളിമണ്ണിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതെല്ലാം. അതായത് ധാരാളം പാത്രങ്ങൾ അതിൽ നിന്നുണ്ടാക്കിയാൽ ആ എല്ലാ പാത്രങ്ങളും എന്തുപോലെ? ഘടാതി, ഘടം മുതലായവ പോലെ, പാത്രങ്ങൾ, ധാരാളം പാത്രങ്ങൾ ഉണ്ടായതുപോലെ, ഘടാതി, ഘടം മുതലായവ പോലെ, സതതം, ആൾവേസ്, എല്ലായ്പ്പോഴും, സതതം, എല്ലായ്പ്പോഴും, ഘടാതി, ഘടം മുതലായവ, സതതം, എല്ലായ്പ്പോഴും. എന്താണ്? മൃൻ മാത്രം ഏവ, അല്ലെ? കളിമൺ തന്നെയാണ് അതെല്ലാം, എല്ലായ്പ്പോഴും കളിമൺ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. കളിമണ്ണിൽ നിന്ന് ഉണ്ടായിട്ടുള്ള എല്ലാം കളിമൺ തന്നെയാണ്. എങ്ങനെ? അഭിത, മുഴുവനായും. അതിന്റെ മോൾഭാഗം മാത്രം കളിമണ്ണ്, അടിഭാഗം മുഴുവൻ വേറെ, അങ്ങനെയല്ല. അല്ലെങ്കിൽ അടിഭാഗം മുഴുവൻ കളിമണ്ണ്, മോൾഭാഗം മുഴുവൻ വേറെ, അങ്ങനെയുമല്ല. അല്ലെങ്കിൽ നടുഭാഗം മാത്രം കളിമണ്ണ്, മുകളിൽ വേറെ, താഴെ വേറെ, അങ്ങനെയല്ല. കളിമണ്ണിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയ പാത്രങ്ങളെല്ലാം കളിമൺ തന്നെ, എല്ലാം കളിമൺ തന്നെ. അത് മുഴുവനായും കളിമണ്ണ് വ്യാപിച്ചിരിക്കുന്നു, അതിൽ മുഴുവനായും വ്യാപിച്ചിരിക്കുന്നു. അതായത് കാര്യം, അല്ലെ? ഇതാണ് കാര്യം. അതിൽ നിന്നുണ്ടായതിനാണ് കാര്യം എന്ന് പറയുന്നത്. കാര്യം കാരണത്തിൽ നിന്ന് വേറെയായി ഇല്ല. നമുക്ക് കാരണമാണ് കാര്യമായിട്ട് നമുക്ക് തോന്നുന്നത്. കാര്യം ഇവിടെ കണ്ടു, അത് കാരണത്തിൽ നിന്ന് വേറെയല്ല. ശരിക്കും പറഞ്ഞ കാര്യം കാരണത്തിൽ നിന്ന് വേറെയായിട്ടില്ല. നമുക്ക് എന്താ? കാരണമാണ് കാര്യമായിട്ട് തോന്നിക്കുന്നത്. സ്വർണം തന്നെയാണ് ആഭരണത്തിന്റെ നാമരൂപമായിട്ട് നമുക്ക് തോന്നും. നമ്മൾ നാമരൂപം പറയും. ഒറിജിനലി അതിനകത്തുള്ള സ്വർണത്തെ പതുക്കെ നമ്മൾ
നമ്മളത് പറയില്ല, പക്ഷെ നമുക്കറിയാം, പക്ഷെ പറയില്ല. വാചാരംഭണം വികാരോ നാമധേയം എന്നൊരു ചൊല്ലുണ്ട്. വാചാരംഭണം വികാരോ നാമധേയം എന്ന്. അതായത് വാചാരംഭണം എന്ന് പറഞ്ഞാൽ വാക്കിൽ മാത്രമാണ് നാമം ഇരിക്കുന്നത്. നാമം എന്ന് പറയുന്നത് ഓരോ വസ്തുക്കളുടെയും നാമം വാക്കിൽ മാത്രമാണ്. അതിലെന്താണ് നിറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ നാമമല്ലല്ലോ. ഇപ്പൊ കളിമണ്ണിൽ നിന്നുണ്ടായാൽ കളിമണ്ണാണ് നിറഞ്ഞിരിക്കുന്നത്. നാമം അതിപ്പോ ഗ്ലാസ് അല്ലെങ്കിൽ ഒരു പാത്രം, സ്പൂൺ എന്നൊക്കെ പറയുന്നത് നാമം മാത്രമാണ്. അത് വാക്കിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമാണ്. ഓരോ നാമത്തിനും ഓരോ വസ്തുക്കളുണ്ട്. അതുപോലെ കളിമണ്ണിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ട ഓരോ പാത്രത്തിനും പല പല പേരുകൾ നമ്മൾ കൊടുക്കും. പക്ഷെ ഉണ്ടായതെല്ലാം കളിമണ്ണിൽ നിന്ന് തന്നെയാണ്. എല്ലാം കളിമൺ തന്നെ. അഖില ലോകത്തിനും ഈ പറഞ്ഞ കളിമണ്ണ് പോലെ സത്സ്വരൂപമായിരിക്കുന്നത് ഈശ്വരൻ. എല്ലാ പാത്രങ്ങളിലും കളിമണ്ണാണ് അതിന്റെ സത്ത്. അതുപോലെ ഈ ലോകത്തിലെ എല്ലാത്തിലും സത്സ്വരൂപമായിരിക്കുന്നത് ഈശ്വരൻ. സത്തിൽ നിന്നുണ്ടായതെല്ലാം സത്ത് തന്നെ. സത്തിൽ നിന്നുണ്ടായതെല്ലാം സത്ത് തന്നെ. അതാണ് ആദ്യത്തെ വരിയിൽ പറഞ്ഞു. മൃത്കാര്യം സകലം ഘടാതി സതതം മൃത് മാത്രമേവാഭിധ എന്ന് ആദ്യത്തെ വരി പറഞ്ഞു. ഈ രണ്ടാമത്തെ വരിയിൽ എന്താണ്? തദ്വത് സജ്ജനിതം തദാത്മകമിതം സന്മാത്രമേവാഖിലം. എന്താണ്? തദ്വത്, അതുപോലെ. തദ്വത് എന്ന് പറഞ്ഞാൽ അതുപോലെ. ഇതുപോലെ കളിമണ്ണിൽ നിന്ന് കളിമൺ പാത്രം പോലെ സജ്ജനിതം, സത്തായ ഈശ്വരനിൽ നിന്ന് ഉണ്ടായത്. സത് ജനിതം, അതാണ് സജ്ജനിതം എന്ന് പറഞ്ഞാൽ. സത്ത് ജനിതം, സത്തിൽ നിന്ന്, അതായത് ഈശ്വരനിൽ നിന്ന് ഉണ്ടായത്. ഇതം, ഇവ മുഴുവൻ സദാത്മകം, സത്സ്വരൂപം തന്നെയാണ്. സത്തായി തന്നെ ഇരിക്കുന്നു. സത്തിൽ നിന്നുണ്ടായതെല്ലാം തതുവത്, കളിമണ്ണിൽ നിന്ന് കളിമൺ പാത്രം ഉണ്ടായതുപോലെ സത്തിൽ നിന്ന് ഉണ്ടായത് എല്ലാം സത്സ്വരൂപമായി തന്നെ ഇരിക്കുന്നു. സന്മാത്ര ഏവ അഖിലം, സന്മാത്ര ഏവ അഖിലം. സത്ത് മാത്രമാണ് ഈ അഖിലം. ഈ ലോകം മുഴുവൻ സത്ത് മാത്രമാണ്. ഏതുപോലെ? കളിമണ്ണിൽ നിന്നുണ്ടാക്കിയ കളിമൺ പാത്രങ്ങളിലെല്ലാം കളിമൺ വ്യാപിച്ചിരിക്കുന്നത് പോലെ കളിമൺ മാത്രമാണത്. അതുപോലെ തന്നെ ഇവിടെ ഉള്ളതെല്ലാം സത്ത് തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ്. യസ്മാത്, അതുകൊണ്ട്. യസ്മാത്, അടുത്ത വരി. യസ്മാത് സതപരം കിമപി നാസ്തി. അതുകൊണ്ട്, അതായത് ഏതൊരു കാരണത്തിനാൽ സത്പരം, സത്തല്ലാതെ കിമപി, ഒന്നും നാസ്തി, ഇല്ല. കളിമണ്ണിൽ നിന്ന് കളിമൺ പാത്രം ഉണ്ടായ പോലെ സത്തിൽ നിന്ന് ഈ കാണുന്നതെല്ലാം ഉണ്ടായിരിക്കുന്നു. അതെല്ലാം സത്സ്വരൂപം തന്നെ. അങ്ങനെ സത്തായി ഇരിക്കുന്നതിനാൽ സത്തല്ലാതെ ഇവിടെ ഒന്നും ഇല്ല. കാരണം ആദ്യം സത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബ്രഹ്മത്തിന്റെ അടുത്ത്. ബ്രഹ്മം മാത്രം, വേറൊന്നുമില്ല. അപ്പോൾ സത്ത്, ആ സത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായേ. അപ്പോ അതെല്ലാം ഉണ്ടായതെല്ലാം സത്ത് തന്നെയാണ്. അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഇവിടെ സത്തല്ലാതെ വേറെ ഒന്നും ഇല്ല. അപ്പോ ലോകം വേറെ, ഈശ്വരൻ വേറെ എന്ന ബുദ്ധിയെ ഇവിടെ നീക്കണം. അല്ലെ? ഇത്രയും മനസ്സിലാക്കിയാൽ പിന്നെ ഈശ്വരൻ വേറെ, ലോകം വേറെ എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടുവോ? ചിന്തിക്കാൻ പാടില്ല. അതിനാണ് ശങ്കരാചാര്യസ്വാമി ഇത്ര വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. ലോകം വേറെ, ഈശ്വരൻ വേറെ ഇല്ല. ലോകം ഈശ്വരൻ തന്നെ, സത്ത് തന്നെ. പിന്നെയോ ലോകമുണ്ട് എന്നൊരു തോന്നൽ ഇപ്പൊ നമുക്കുണ്ടല്ലോ. അപ്പൊ മിഥ്യ, ജഗത് മിഥ്യ എന്നുള്ള കാര്യം ഇവിടെ പറയുന്നു. എങ്ങനെ? ഉള്ളതെന്താണ്? സത്താണ്. നാമരൂപങ്ങളോ അത് വരും പോകും. ഉള്ളതേതാണ്? സത്ത്. അപ്പൊ നാമരൂപങ്ങൾ യാഥാർത്ഥ്യമാണോ? അല്ല. അതുണ്ടാകും, പോകും. അതാണ് മിഥ്യ. ഉള്ള പോലെ തോന്നും, യഥാർത്ഥത്തിൽ ഇല്ല. അതാണ് മിഥ്യ. അപ്പൊ അങ്ങനെ ലോകമുണ്ട് എന്നൊരു ബുദ്ധിയെയും ഇവിടെ നീക്കുന്നു. ഇത് വളരെ ഗഹനമായിട്ടുള്ള വേദാന്തമാണ്. വളരെ വളരെ ഗഹനമായ വേദാന്ത ഭാഗങ്ങളാണ്.
ലോകം വേറെ ഈശ്വരൻ വേറെ എന്ന ബുദ്ധിയെ നീക്കുന്നു. ലോകമുണ്ട് എന്ന ബുദ്ധിയെയും ഇവിടെ നീക്കുന്നു. എങ്ങനെ? എല്ലാം സത്ത്, അതിൻ്റെ നാമരൂപങ്ങൾ മാത്രമാണ് നമ്മൾ ഇപ്പൊ കാണുന്നതെല്ലാം. എല്ലാം സത്ത്, അതിൻ്റെ പല നാമരൂപങ്ങൾ. സത്ത് മാത്രമേ ഇവിടെ ഉള്ളൂ, ഈശ്വരൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പൊ ഒരു ചോദ്യം, ഈ സത്ത് സത്യമാണോ അസത്യമാണോ? ചോദിക്കാത്ത ചോദ്യങ്ങളൊന്നുമില്ല ഇവിടെ. ഈ സത്ത് സത്യമാണോ അസത്യമാണോ എന്നൊരു ചോദ്യം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കയറിലെ പാമ്പിനെ കണ്ടപ്പോ പാമ്പ് സത്യമാണോ? അല്ലല്ലോ. അപ്പൊ അതുപോലെ കയറിലെ പാമ്പിനെ കണ്ട പോലെ ഈ സത്യന്റെ കാര്യത്തില് ഇത് സത്യമാണോ അസത്യമാണോ? ഇപ്പൊ ആകാശം എന്താ നിറം എന്ന് ചോദിച്ചാൽ നീല എന്ന് പറയും. ശരിക്കും ആകാശം നീലയാണോ? അത് സത്യമാണോ? അല്ല. അതുപോലെ ഇവിടത്തെ സത്ത് എന്നതുള്ളത് സത്യമാണോ അസത്യമാണോ? അപ്പൊ പറയുന്നു തത് സത്യം ഏവ, തത് സത്യമേവ. എവിടെ പറഞ്ഞേ? യസ്മാൻ നാസ്തി തതഃപരം കിമപി തത് സത്യം, തത് സത്യം സ ആത്മാ സ്വയം. അത് സത്യം തന്നെയാണ്, അതിനകത്ത് സംശയിക്കാനൊന്നുമില്ല. സത്യമാണത്, എന്നും ഉള്ളതാണ്, അത് മാത്രമേ ഉള്ളൂ. അതെന്നും ഉണ്ടാവും, ഉണ്ടായിരിക്കും, ഉണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞ സത്ത് ഈശ്വരൻ തന്നെ. ഈശ്വരൻ സത്യമാണല്ലോ. അപ്പോ അടുത്ത ചോദ്യം വരുന്നു, ശരി, ഈശ്വരൻ സത്യം, സമ്മതിച്ചു. എന്നാൽ എനിക്കും ഈ സത്തിനും തമ്മിൽ എന്താണ് ബന്ധം? എനിക്കും ഈ സത്തിനും തമ്മിൽ എന്താണ് ബന്ധം എന്നൊരു ചോദ്യം അടുത്തതായിട്ട്. ഈശ്വരൻ സത്യം എന്ന് പറഞ്ഞു, സത്ത് സത്യം എന്ന് പറഞ്ഞു, സമ്മതിച്ചു. എനിക്കും ഈ സത്തിനും തമ്മിൽ എന്താണ് ബന്ധം? അപ്പൊ പറയുന്നു, ആദ്യം സത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ നിന്ന് ഈ ലോകമെല്ലാം ഉണ്ടായി. അപ്പൊ ലോകം സത്തിൽ നിന്നുണ്ടായത് കൊണ്ട് ലോകം വേറെ അല്ല, സത്ത് തന്നെ. ആ സത്ത് സത്യമാണ്. നമ്മൾ എവിടെ നിന്നുണ്ടായി? നമ്മൾ എവിടെയുണ്ട് ഇപ്പോ? ലോകത്തിലുണ്ട്. നമ്മൾ ഇവിടെ ഉണ്ടായി, ലോകത്തിലുണ്ടായി. എവിടെ നിന്നുണ്ടായി? സത്തിൽ നിന്നുണ്ടായി. അപ്പോ ചോദിക്കുന്നു, എനിക്കും സത്തിനും തമ്മിൽ എന്താ ബന്ധം? വീണ്ടും അത് തന്നെ ചോദിക്കുന്നു. അപ്പൊ പറയുന്നു, സ ആത്മാ, ആ സത്യമായിരിക്കുന്ന സത്ത് തന്നെ ആത്മാ. വളരെ ക്ലിയർ ആയിട്ട് പറയും. എന്താണ് ബന്ധം? ഞാനും സത്തും തമ്മിൽ എന്താണ് ബന്ധം ചോദിച്ചപ്പോ പറയുന്നു, സ ആത്മാ, ആ സത്ത് തന്നെയാണ് ആത്മാ, അത് തന്നെയാണ് സത്യം. ആ സത്യമായിരിക്കുന്ന സത്ത് തന്നെ ആത്മാ. നമ്മളെ എങ്ങനെ മനസ്സിലാക്കണം? നേരത്തെ പറഞ്ഞേ, ആത്മാവാണ് ഞാൻ എന്ന് മനസ്സിലാക്കണമെന്ന് ജീവവിചാരം ചെയ്തപ്പോ പറഞ്ഞല്ലോ. പഞ്ചകോശങ്ങളെല്ലാം നീക്കി വരുമ്പോ ഒരു ജ്ഞാനപ്രകാശം, ഒരു അറിവ് സ്വരൂപം, അതാണ് ഞാൻ. അത് സത്താണ്, അത് ആത്മായാണ്, അത് സത്താണ്. കാരണം സത്തിൽ നിന്നുണ്ടായതാണ്, അത് സത്താണ്. അതാണ് ബന്ധം. അപ്പോ തത് സത്യം സ ആത്മാ തത്വമസി ശ്വേതകേതോ എന്നാണ് അവിടെ ഛാന്ദോഗ്യോപനിഷത്തിൽ പറയുന്നത്. തത് സത്യം സ ആത്മാ തത്വമസി ശ്വേതകേതോ. അതാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള വാക്യം. ശ്വേതകേതുവിനോട് പറയുന്നത് ആത്മാ എന്ന് പറഞ്ഞ് പിന്നീട് സ്വയം എന്നും പറയുന്നു, അല്ലേ? സ ആത്മാ സ്വയം എന്നൊരു വാക്കും കൂടെ പറയുന്നുണ്ട്. സത്യം സ ആത്മാ സ്വയം, തത് സത്യം സ ആത്മാ സ്വയം എന്ന് പറയുന്നുണ്ട് മൂന്നാമത്തെ വരിയിൽ. അപ്പൊ എന്താണ് അവിടെ? ആത്മാ എന്ന് പറഞ്ഞു, എന്നിട്ട് സ്വയം എന്ന് പറയും. എന്താണ് ഇവിടുത്തെ സ്വയം? സ്വയം എന്നാൽ ആ ആത്മാവായി സത്തായി ഇരിക്കുന്നത്, അതിനെ അങ്ങനെ ഇരിക്കുന്ന അതിനെ അറിയാൻ. സത്തായി ആത്മാവായി ഇരിക്കുന്ന അതിനെ അറിയാൻ വേറെ ഒരു ഉപാധിയും വേണ്ട എന്നുള്ളതാണ്. ഒരു ഉപാധിയും വേണ്ട അറിയാൻ. അതാണ് സ്വയം പ്രകാശം എന്ന് പറയാം. ഈ സ്വയം എന്നുള്ള വാക്കിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വയം പ്രകാശമായ എന്ന് മനസ്സിലാക്കണം. സ്വയം, ആത്മാ സ്വയം, ആത്മാവായി സത്തായി ഇരിക്കുന്നതിന് തന്നെ അറിയാൻ വേറെ ഒരു ഉപാധിയുടെയും ആവശ്യമില്ല. അപ്പോ സ്വയം എന്നാൽ സ്വയം പ്രകാശമാണ്. വസ്തുക്കളെ കാണാൻ, നമുക്ക് മറ്റുള്ള വസ്തുക്കളെ കാണാൻ എന്ത് വേണം? പ്രകാശം വേണം. അവ അവിടെ ഉണ്ടെങ്കിലും, പ്രകാശം ഉണ്ടെങ്കിലേ നമുക്ക് കാണുള്ളൂ. ഒരു ഇരുട്ടുമുറിയിലെ കുറെ സാധനങ്ങളുണ്ട്, നമുക്ക് കാണാൻ പറ്റില്ല. അതിനെ കാണണമെങ്കിൽ നമുക്ക് അവിടെ പ്രകാശം ഉണ്ട് ചെല്ലണം, എന്നാലേ കാണാൻ പറ്റൂ. എന്നാൽ സൂര്യനെ എങ്ങനെയല്ല നമുക്ക് കാണാം. നമുക്കൊരു ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ സ്വയം പ്രകാശം എന്ന് പറയാം.
ആത്മാവാണ് പ്രകാശിപ്പിക്കുന്നത് എന്നുള്ളത് ഇരിക്കട്ടെ. സ്വയം പ്രകാശം എന്നുള്ളൊരു ചെറിയ ഉദാഹരണം നമ്മൾ നേരിട്ട് പറയുകയാണെങ്കിൽ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യൻ. അപ്പോ അതുപോലെ സ്വയം പ്രകാശമാണ് ആത്മാ. നേരത്തെ പഠിച്ചതാണ്, വളരെ വിശദമായിട്ട് പഠിച്ചതാണ്. ആത്മാവിനെ വേറെ ആരും പ്രകാശിപ്പിക്കേണ്ടതായിട്ടില്ല. ആത്മാവാണ് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ മനസ്സിനെ പ്രകാശിപ്പിക്കുന്നു, ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നു, നമ്മളെ ഇന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കുന്നു. എല്ലാം ചെയ്യുന്നത് ആത്മാ ആണ്. അതാണ് സത്ത്. അത് തന്നെ സത്ത്. അതാണ് സ ആത്മാ സ്വയം എന്ന് പറയും. തത് സത്യം സ ആത്മാ സ്വയം. അതിന് പറയും സത്താസ്ഫൂർത്തിയോഹോ പരനിരപേക്ഷം എന്നൊരു പദം പ്രയോഗിക്കാറുണ്ട്. സത്ത് എന്ന് പറഞ്ഞാൽ ഉണ്ട്. ഉണ്ട് എന്നുള്ളതിന് സ്ഫൂർത്തി, ഉണ്ട് എന്നുള്ള അറിവിന് പരനിരപേക്ഷം, ഒന്നിനെയും ആശ്രയിക്കാതെ സ്വതന്ത്രമായി ഇരിക്കുന്നു. സ്വയം ഉണ്ട് എന്നറിയാൻ വേറൊന്നിനെയും ആശ്രയിക്കണ്ട. സ്വയം ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ആശ്രയിക്കണോ? ഞാൻ ഉണ്ട് എന്ന് പറയാൻ എന്തിനെങ്കിലും ആശ്രയിക്കണോ? ലൈറ്റ് ഇട്ട് നോക്കണോ ഞാനുണ്ടോ എന്നറിയാൻ? വേണ്ട. കണ്ണു തുറന്ന് നോക്കണോ ഞാനുണ്ടെന്നറിയാൻ? വേണ്ട. എന്തെങ്കിലും ഗന്ധം അനുഭവിച്ചാലേ ഞാനുണ്ടെന്നറിയുള്ളൂ? അല്ല. എന്തെങ്കിലും ശബ്ദം കേട്ടാലേ ഞാനുണ്ടോന്നറിയുള്ളൂ? അല്ല. എന്തെങ്കിലും സ്വാദ് നാക്ക് ഉപയോഗിച്ചാൽ മാത്രമേ ഇപ്പൊ ഞാനുണ്ട് കേട്ടോ. ഒരു എരിവ് കടിച്ചാ ഇപ്പൊ മനസ്സിലായി ഇപ്പൊ ഞാനുണ്ട്. അല്ലെങ്കിൽ ഒരു മധുരം കഴിച്ചു, മധുരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനുണ്ട്. അങ്ങനെ ആരും പറയാറില്ലല്ലോ. ഞാനുണ്ട് എന്നറിയാൻ എന്തിനെങ്കിലും ആശ്രയിക്കണമോ? നമ്മൾ വിശദമായിട്ട് നേരത്തെ നോക്കിയതാണ്. ഞാൻ ഉണ്ട് എന്നറിയാൻ ഒരു ഇരുട്ടില് ആരാണ് അവിടെ ഞാൻ എന്ന് പറഞ്ഞാൽ ആര്? അപ്പൊ പേരൊക്കെ പറയും. ഇപ്പൊ ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയാറുണ്ട് അല്ലേ? അതിന് വേറെ ഒന്നിനെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് സ്വയം പ്രകാശമായ ആത്മാ ആണ്. പക്ഷെ നമ്മൾ അതിനെ ശരീരമായിട്ട് തെറ്റിദ്ധരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അജ്ഞാനം കൊണ്ട്. ഓക്കെ. അപ്പൊ വസ്തുക്കളെ കാണാൻ പ്രകാശം വേണം. അവയുണ്ടെങ്കിലും പ്രകാശമുണ്ടെങ്കിലേ കാണാൻ പറ്റുള്ളൂ. എന്നാൽ ആത്മാ അങ്ങനെയല്ല, സ്വയം പ്രകാശമാണ്. അതിനെ വേറൊന്നും പ്രകാശിപ്പിക്കേണ്ടതായിട്ട് ഇല്ല. അതിനാൽ തസ്മാത്, അടുത്ത വരി വരുന്നു. തസ്മാത് തത്വമസി പ്രശാന്തമമലം ബ്രഹ്മാദ്വയം യത് പരം. തസ്മാത്, അതിനാൽ, ഏതിനാൽ? സ്വയം പ്രകാശമായ അത് സത്യമായതിനാൽ. തത് ത്വം അസി, അതായത് യസ്മാതിലാ തുടങ്ങി അല്ലെ? നമ്മളൊരു യസ്മാത് വെച്ച് തുടങ്ങി, യസ്മാതിൽ വന്നിട്ട് യസ്മാൻ നാസ്തി എന്ന് പറഞ്ഞു, ഇപ്പൊ പറഞ്ഞു തസ്മാതിലേക്ക് വന്നു. അങ്ങനെ ആയതിനാൽ തസ്മാത്, അതിനാൽ, തത് ത്വം അസി, അത് നീ ആകുന്നു. എപ്പോഴാ പറയുന്നേ? സത്തല്ലാതെ വേറൊന്നും ഇവിടെ ഇല്ല എന്ന കാരണത്തിനാൽ നീ സത് ആയി തന്നെ ഇരിക്കുന്നു. സത്തല്ലാതെ ഇവിടെ വേറൊന്നുമില്ല എന്ന കാരണത്തിനാൽ നീ സത് ആയി തന്നെ ഇരിക്കുന്നു. അതാണ് തത് ത്വം അസി. തസ്മാത് ത്വം തത് അസി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വേഗം മനസ്സിലാവും. തത്വമസി എന്നുള്ളതില് ത്വം നീ, തത് അത്, അസി ആകുന്നു, നീ അതായി ഇരിക്കുന്നു, നീ ഈശ്വരനായി ഇരിക്കുന്നു, നീ ആത്മാവായിരിക്കുന്നു, ആത്മാവായ നീ ഈശ്വരനായിരിക്കുന്നു, നീ സത്ത് തന്നെ, ആത്മാ തന്നെ. ആത്മാ എന്ന് പറഞ്ഞാൽ സത്ത് തന്നെ, സത്ത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെ, ഈശ്വരൻ തന്നെ. ആ സത്ത് എങ്ങനെയിരിക്കുന്നു? അതിന്റെ ലക്ഷണമാണ് ഇനി പറയുന്നത്. സത്ത്. അപ്പൊ സത്ത് 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 എന്നിപ്പോ പറഞ്ഞു. അതെന്താണ്? അത് പ്രശാന്തമായിരിക്കുന്നു. പിന്നെയോ അമലം, അദ്വയം, യത്പരം. പ്രശാന്തമായിരിക്കുന്നു പറഞ്ഞാൽ ഏറ്റവും ശാന്തമായിട്ടിരിക്കും. ഇതിൽ പരം ശാന്തമായിട്ടിരിക്കാൻ പറ്റില്ല. അത്രയും ശാന്തമാണ് ബ്രഹ്മം അഥവാ സത്ത് അഥവാ ആത്മ. അമലം, അശുദ്ധമില്ലാത്തതാണ്. മലം എന്ന് പറഞ്ഞാൽ അശുദ്ധം, അമലം എന്ന് പറഞ്ഞാൽ അശുദ്ധം ഇല്ലാത്തത്. എന്താണ് അശുദ്ധം? എന്താണ് അശുദ്ധം? ജനിക്കുമ്പോൾ തന്നെ നമ്മൾ അശുദ്ധത്തോടെയാണ് ജനിക്കുന്നത്. എന്താണ് അശുദ്ധം? അതാണ് അജ്ഞാനം എന്ന അശുദ്ധം. അജ്ഞാനം എന്താണ്? ഈ അജ്ഞാനം കർത്തൃത്വബോധമുണ്ട് നമുക്ക് അല്ലേ? കർത്തൃത്വം, ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള കർത്തൃത്വം. പിന്നെ ഭോതൃത്വം, ഞാൻ കഴിക്കുന്നു, ഞാൻ അതിന്റെ ഫലമൊക്കെ അനുഭവിക്കുന്ന ആള് ഞാൻ തന്നെ, പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ആള് ഞാൻ തന്നെ. ഇങ്ങനെയുള്ള കർത്തൃത്വ ഭോതൃത്വം. പിന്നെയോ
പാപം പുണ്യം അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ചിന്തിക്കുന്നുണ്ടല്ലോ, ഇന്നത് ചെയ്താൽ പുണ്യം, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ പുണ്യം, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ പാപം, ഇങ്ങനെയൊക്കെ വിചാരം നമുക്കുണ്ട്. ഇത് അജ്ഞാനത്തിന്റെ ഭാഗമാണ്, കടുത്ത വേദാന്തമാണ്. വേദാന്തത്തിന്റെ അങ്ങറ്റത്തെത്തി നിൽക്കുമ്പോഴാണ് ഇതൊക്കെ അശുദ്ധമായിട്ട് വരിക. അല്ലെങ്കിൽ ഇതൊക്കെ പാപം അശുദ്ധമാണോ എന്ന് ചോദിച്ചാൽ സാധാരണ നിലയ്ക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ വേദാന്തത്തിൽ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങ് അഡ്വാൻസ്ഡ്, ഏറ്റവും അഡ്വാൻസ്ഡ് സ്റ്റേജാണ്. ആദ്യം പാപം എന്താണ്? അശുദ്ധമാണ്. വേദാന്തത്തിന് മുമ്പ് പാപം എന്താണ്? അശുദ്ധമാണ്. വേദാന്തത്തിൽ വരും വരെയുള്ളൂ അങ്ങനെ. കാരണം പാപം അശുദ്ധമായതുകൊണ്ട് പാപം വേദാന്തത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ തടയും, നമ്മളെ തടഞ്ഞു നിർത്തും. പാപം അശുദ്ധമായ കാര്യങ്ങളായതുകൊണ്ട് അതിന്റെ ഫലങ്ങള് നമ്മളെ വേദാന്തത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ തടയും. കാരണം വേദാന്തം അൾട്ടിമേറ്റ് ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള വഴിയാണ് വേദാന്തം കാണിച്ചു തരുന്നത്. അപ്പൊ അവിടേക്ക് വരാൻ സമ്മതിക്കത്തില്ല പാപകർമ്മങ്ങളുടെ ഫലങ്ങള്. പിന്നെ നമ്മൾ കഠിന സാധനകൾ ചെയ്ത് എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും വേദാന്തത്തിലേക്ക് പ്രവേശിച്ചാൽ ഉടനെ എന്തുണ്ടാകും? പാപമെല്ലാം അവിടെ തീരും. പാപം അപ്രത്യക്ഷമായാലേ വേദാന്തത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. പാപഫലങ്ങളെല്ലാം തീർന്നു. അപ്പൊ വേദാന്തത്തിലേക്ക് പ്രവേശിച്ചു. പിന്നെ എന്താ പറ്റുക? പുണ്യവും ശുദ്ധമാണ് എന്ന് പറയും. വേദാന്തത്തിൽ വന്ന് അതിൽ ഉറച്ചു മുന്നോട്ട് പോയി തുടങ്ങുമ്പോൾ പറയും പുണ്യവും അശുദ്ധമാണ് എന്ന്. എന്താണ് കാരണം? ആലോചിച്ച് നോക്കുക. പുണ്യം പുനർജന്മത്തിന് കാരണമാകും. കാരണം പുണ്യം ഭോഗത്തെ അനുഭവിക്കാനുള്ള കർമ്മഫലം. പുണ്യത്തിന്റെ ഫലം എന്താണ്? സുഖഭോഗങ്ങളെ അനുഭവിക്കാനുള്ള സാഹചര്യം ഒരുക്കലാണ് പുണ്യത്തിന്റെ ഫലം. അങ്ങനെ പുണ്യത്തിന്റെ ഫലം അനുഭവിക്കണമെങ്കിൽ എന്ത് വേണ്ടി വരും? വീണ്ടും ജന്മമെടുക്കേണ്ടി വരും, സുഖഭോഗാദികൾ അനുഭവിക്കാനായിട്ട്. അപ്പോ അതും അശുദ്ധമാണ്. ആരെ സംബന്ധിച്ച്? വേദാന്തിയെ സംബന്ധിച്ചിടത്തോളം പാപവും ഇല്ല, പുണ്യം അശുദ്ധവുമായി. അതിനാൽ പാപവും അശുദ്ധം, പുണ്യവും അശുദ്ധം. രണ്ടിനും കാരണമാരാണ്? അജ്ഞാനം. അങ്ങനെ ആ കാരണമായ അജ്ഞാനവും അശുദ്ധം. വളരെ വലിയ ഗഹനമായ തത്വങ്ങളാണ് ഇപ്പൊ പഠിക്കുന്നത്. പാപവും അശുദ്ധം, പുണ്യവും അശുദ്ധം, രണ്ടിനും കാരണമായ അജ്ഞാനവും അശുദ്ധം. ഇതെല്ലാം പഞ്ചകോശത്തിൽ മാത്രമേ ഉള്ളൂ, അല്ലെ? പഞ്ചകോശത്തില് നമ്മൾ ഇരിക്കുമ്പോഴാണ് ഈ മുഴുവൻ കാര്യങ്ങളും വരുന്നത്. ബ്രഹ്മത്തിന് ഇതൊന്നുമില്ല. പഞ്ചകോശങ്ങളെ നീക്കിക്കഴിഞ്ഞാൽ ആ അറിവ് സ്വരൂപം മാത്രം ബാക്കി. എല്ലാം അറിയുന്ന അറിവ് സ്വരൂപം ഞാൻ മാത്രം. ആ ബ്രഹ്മമാണ് ഞാൻ എന്നറിയുമ്പോൾ പാപപുണ്യം എന്ന അശുദ്ധം, അജ്ഞാനം എന്നിൽ നിലനിൽക്കില്ല. എന്നിൽ അജ്ഞാനമില്ല, പിന്നെ പാപമില്ല, പുണ്യമില്ല. ഞാൻ സർവസ്വതന്ത്രനായ ചൈതന്യ സ്വരൂപം, ഞാൻ ആത്മാ. ഈ ശരീരം വരും പോകും, മനസ്സൊക്കെ വരും പോകും, കാരണ ശരീരം പോണം, എന്നിലൊരു വാസനയും നിലനിൽക്കരുത്. ഞാൻ 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 എന്ന് ഞാൻ അറിയുന്നുണ്ടല്ലോ, ആ അറിവ് മാത്രമാണ് ഞാൻ. വേറെ ഒന്നും എന്നെ സ്പർശിക്കില്ല. ഞാൻ അന്നുമുണ്ട്, ഇന്നുമുണ്ട്, എന്നും ഉണ്ടായിരിക്കും. എനിക്ക് മരണമില്ല, അമൃതസ്വരൂപമാണ്. ഇങ്ങനെ അങ്ങോട്ട് ഉറക്കണം. എന്നിട്ട് വേണം ശരീരം വിടാൻ. പാപം പുണ്യം എന്ന അശുദ്ധം എന്നിലില്ല, അജ്ഞാനം മാറി. അപ്പോൾ ആത്മാ എന്ന സത്യം തെളിയും. അപ്പോ അതാണ് ഇവിടെ പറഞ്ഞ അമലം എന്നുള്ളതിന്റെ മീനിങ്. ഇനി ബ്രഹ്മ എന്ന് പറഞ്ഞു, അല്ലേ? പ്രശാന്തം, അമലം, അദ്വയം, യത് പരം എന്നല്ലേ വന്നേ. അപ്പൊ അതിന്റെ ഇടയില് പ്രശാന്തം, അമലം, ബ്രഹ്മാദ്വയം, യത് പരം. ബ്രഹ്മ, അദ്വയം, രണ്ട് വാക്കുകൾ. ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ബ്രഹ്മ പൂർണ്ണം ആയത്. പൂർണ്ണമായത് എന്ന് പറഞ്ഞാൽ എന്താണ്? സർവവ്യാപിയാണ്. പൂർണ്ണമായത് എന്ന് പറഞ്ഞാൽ അവിടെ വേറെ ഒന്നുമില്ല, അത് മാത്രമേ ഉള്ളൂ. പൂർണ്ണമായതാണ്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ്, സർവവ്യാപിയാണ്. ഇതല്ലാതെ അവിടെ വേറൊന്നുമില്ല. ദേശകാലത്തിനപ്പുറം ഇന്ന സ്ഥലത്തുണ്ട്, ഇന്ന സ്ഥലത്ത് ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ബ്രഹ്മത്തെക്കുറിച്ച്, ഈശ്വരന ചൈതന്യത്തെ കുറിച്ച് പറ്റില്ല. അപ്പൊ നമ്മളെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ശരീരബോധമായിട്ടിരിക്കുമ്പോ, നമ്മൾ ശരീരമായിട്ടിരിക്കുമ്പോ ഈ ശരീരം ഇപ്പോൾ ഇവിടെയുണ്ട്. ഇപ്പൊ ഇവിടെ ഉള്ളപ്പോ ഈ ശരീരം ബോംബെയിലുണ്ടോ? ഇല്ല. ഈ ശരീരം ഇപ്പൊ ഇവിടെ ഉള്ളപ്പോ അടുത്ത കോട്ടയത്തുണ്ടോ? ഇല്ല. ഈ ദേശത്ത് മാത്രമേ ഉള്ളൂ, ഈ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, ഈ കാലത്തിലേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ഉള്ളപ്പോ അവിടെ ഇല്ല. അപ്പൊ ദേശകാലങ്ങൾക്ക്
അടിമയാണ് ഇപ്പോൾ ഈ ശരീരം. പക്ഷേ ബ്രഹ്മം അങ്ങനെയാണോ? അല്ല. ഇവിടെയുമുണ്ട്, അവിടെയുമുണ്ട്, അപ്പുറത്തുമുണ്ട്, ഇപ്പുറത്തുമുണ്ട്, മുകളിലുമുണ്ട്, താഴെയുമുണ്ട്, എല്ലാ സ്ഥലത്തുമുണ്ട്. സർവവ്യാപിയായിരിക്കുന്നു ബ്രഹ്മം. ഇത് വളരെ ക്ലിയർ ആണല്ലോ, ദേശകാലത്തിനപ്പുറമാണെന്നുള്ളത്. കാരണം നമ്മൾ പറയുമ്പോൾ ഞാനിപ്പോ ഇവിടെയുണ്ട്, അപ്പൊ വേറൊരു സ്ഥലത്തില്ല അല്ലെ? അപ്പൊ ഈ ഞാനെ നമ്മൾ എങ്ങനെയാ എടുത്തിരിക്കുന്നത്? ശരീരത്തോടു കൂടി എടുത്തിരിക്കുന്നത് അല്ലെ? ജനനം മുതൽ എങ്ങനെയാണല്ലോ എടുക്കണേ നമ്മൾ? ഈ ശരീരമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഞാൻ എന്ന പദത്തിനെ. അതിനെ മാറ്റാനാണ് ഇത്രയും ശ്ലോകങ്ങള് ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞ് വിശദീകരിച്ച് തന്നത്. നമ്മുടെ ശരീരം കാലത്തിനടിമയാണ്, ദേശത്തിനടിമയാണ്. ഓരോ വസ്തുവും, ഈ നമ്മൾ കാണുന്ന വസ്തുക്കളെല്ലാം കാലത്തിനും ദേശത്തിനും ആ അതിർവരമ്പുകൾക്കുള്ളിലാണ്. എന്നാൽ ബ്രഹ്മം അതിർവരമ്പുകൾ കാലദേശത്തിന് അപ്പുറമാണ്. ദേശകാല വസ്തു പരിച്ഛേദം എന്ന് പറയും. പിന്നെ അദ്വയം, രണ്ടില്ല, ഒന്നേ ഉള്ളൂ. ഇവിടെ രണ്ടില്ല, ഒന്നേ ഉള്ളൂ. അപ്പൊ പറയും ഓരോരുത്തർക്കും ഓരോ ജീവനായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. എത്ര പേരാ അവിടെ കാണുന്നേ? ഓരോ ബ്രഹ്മം എന്നർത്ഥമല്ലേ? അപ്പൊ ഓരോരുത്തർക്കും ഓരോ ബ്രഹ്മമല്ലേ? അല്ല, അങ്ങനെ വ്യവഹരിക്കുന്നില്ലേ നമ്മള്? എത്രയോ പേരെ കാണുന്നില്ല, എത്രയോ ജീവികൾ, എത്രയോ എന്തെല്ലാം കാണുന്നു. അപ്പൊ അങ്ങനെ വേറെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോ ഇല്ല. അത് വ്യവഹാരത്തിൽ തോന്നുന്നുണ്ട്. പക്ഷേ അത് തോന്നുന്നത് എവിടെയാണ്? മനസ്സിലാണ് ഇത് വേറെയായി ഇരിക്കുന്നത്. മനസ്സില് ആരാണ് മനസ്സ്? അനാത്മാവാണ്, ആത്മായല്ല. അനാത്മാവെ കുറിച്ച് പഠിച്ചപ്പോ പഞ്ചേന്ദ്രിയങ്ങള്, പഞ്ചഭൂതങ്ങള്, പഞ്ചപ്രാണന്മാര്, മനസ്സ്, ബുദ്ധൻ, ചിത്തമഹങ്കാരം, ഇതെല്ലാം പഠിച്ചല്ലോ. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം അനാത്മാവാണ്. അപ്പൊ എവിടെയാ തോന്നണേ? പലതുണ്ടെന്ന് തോന്നുന്നത് എവിടെയാണ്? അനാത്മാവിലാണ്. അനാത്മാവ് മനസ്സാണ്, മനസ്സ് അനാത്മാവാണ്. അപ്പോ എല്ലാ മനസ്സിനെയും പ്രകാശിപ്പിക്കുന്ന ഒരു ആത്മാവുണ്ട്, അതാണ് സാക്ഷാത് ജഗതീശ്വരൻ. ഈ പറയുന്ന എല്ലാ മനസ്സിനെയും പ്രകാശപ്പെടുന്ന ആത്മസ്വരൂപം ഓരോരുത്തരിലും ഇരുന്ന് പ്രകാശിപ്പിക്കുന്നുണ്ട്. ആത്മസ്വരൂപം അതെല്ലാവരിലും ഒന്ന് തന്നെ. അതാണ് സത്ത്. സത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സത്ത് തന്നെ ഇപ്പൊ എല്ലാവരിലും ഉണ്ട്. ആ സത്താണ് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നത്, എല്ലാ മനസ്സിനെയും പ്രകാശിപ്പിക്കുന്നത്, എല്ലാ ചിത്തത്തെയും പ്രകാശിപ്പിക്കുന്നത്, എല്ലാ ബുദ്ധിയെയും പ്രകാശിപ്പിക്കുന്നത്, എല്ലാം ആ സത്ത് തന്നെ. അപ്പൊ അതുകൊണ്ട് അദ്വയം, വേറെ ഒന്നിവിടെ ഇല്ല. പിന്നെ യത് പരം, ഏതെന്ന്? എല്ലാത്തിനും മീതെ, ഇതിനപ്പുറം ഒന്നില്ല. ഏതിനപ്പുറം? ബ്രഹ്മം എന്നതിനപ്പുറം ഒന്നില്ല, സത്ത് എന്നതിനപ്പുറം ഒന്നില്ല, ആത്മാ എന്നതിനപ്പുറം ഒന്നില്ല. അങ്ങനെ ഏതൊന്നുണ്ടോ, ഇതിനപ്പുറം വേറൊന്നില്ല എന്ന സ്ഥിതിയിൽ ഏതൊന്നുണ്ടോ അതാണ് നീ. എന്ത് രസമായിട്ടാ പറഞ്ഞിരിക്കുന്നത്! അദ്വയമായിട്ടിരിക്കുന്നത്, ബ്രഹ്മമായിട്ടിരിക്കുന്നത്, പ്രശാന്തമായിരിക്കുന്നത്, അമലമായിരിക്കുന്നത്, അതേതോ അതാണ് നീ. തത് ത്വം അസി. എന്ത് രസമാണ്! യത് പരം, ഏതൊന്നാണ് എല്ലാത്തിനും മീതെ ഇരിക്കുന്നേ, അതാണ് നീ, അത് നീ ആയിരിക്കുന്നു. തത് ത്വം അസി. ഇപ്പോ ഇവിടെ പറഞ്ഞത് ഛാന്ദോഗ്യ ഉപനിഷത്തിലെ ഏറ്റവും വലിയ ഉപദേശമായ തത്വമസി എന്ന മഹാവാക്യത്തിന്റെ സാരമാണ് ഇത്രയും ശ്ലോകങ്ങളിൽ കൂടി ശങ്കരാചാര്യസ്വാമികൾ നമുക്ക് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നത്. ഇനി അദ്ദേഹം ജീവന്റെ അവസ്ഥാത്രയത്തെ കുറിച്ച് പറയും. 3 ഇല്ലേ? സുഷുപ്തി, ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി അവസ്ഥകളെ കുറിച്ച് പറയും. പിന്നെ ജ്ഞാനം ആണ് അടുത്തത്. ഇനി എന്താ വേണ്ടതൊക്കെ മനസ്സിലാക്കിയാൽ ജ്ഞാനം ഉണ്ടാകണം. ആ ജ്ഞാനം ഉണ്ടായിട്ട് ജ്ഞാനത്തില് നിഷ്ഠ വരണം. അങ്ങനെ ജീവൻ മുക്തന്റെ കാര്യം അറിയണം, വിദേഹമുക്തി അറിയണം. ഇതൊക്കെ വരുന്ന ശ്ലോകങ്ങളില്, ഇനിയുള്ള ശ്ലോകങ്ങളിലൊക്കെ വളരെ കാര്യമായിട്ട് ശങ്കരാചാര്യസ്വാമികൾ ജ്ഞാനമാർഗം, അതിന്റെ ജ്ഞാനം എന്താണ് എന്നുള്ള ഭാഗങ്ങളിലേക്കൊക്കെ പ്രവേശിച്ച് നന്നായിട്ട് അതിനെക്കുറിച്ച് നമുക്ക് വിസ്തരിച്ച് പറഞ്ഞു തരും. അതിന് ഭഗവാൻ അത് മനസ്സിലാക്കാനും പഠിക്കാനും ഉള്ളൊരു അവസരം ഭഗവാൻ തരട്ടെ, ആയുസ്സും ആരോഗ്യവും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ
പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. ജയറാം സാർ.